ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥനയ്ക്കുള്ള പരിപാടികളാണ് പിന്നെ ഇനി നമുക്കുള്ളത്. എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചത് ഒരു ധ്യാനത്തിന് പോവാം. ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഒരു വന്നിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലോ കടബാധ്യതകളോ രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഒരു രക്ഷയില്ലാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ധ്യാനം കൂടിയും അല്ലെങ്കിൽ മറ്റുള്ള പ്രാർത്ഥനകൾക്കും പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കണ ഒരു വിശ്വാസം നമുക്ക് ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഞാനും ബ്രദർമാരെ കാണാനും അച്ഛന്മാരെ കാണാനും ധ്യാനത്തിനും ഇതിനൊക്കെ പോയിട്ടും നമുക്ക് പ്രാർത്ഥന കൂടുന്തോറും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്തോറും പ്രശ്നങ്ങൾ മുറുകുന്നതല്ലാണ്ട് നമുക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ കൃപാസനത്തിനെ കുറിച്ചറിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൃപാസനത്തിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ അറ്റ കൈ ഇനി അവിടേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച് നമ്മളും അങ്ങോട്ട് പിന്നാലെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ ഉടമ്പടി എടുക്കണം. കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഉടമ്പടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എത്ര അടുക്കും തോറും ഇത് അകലേക്ക് പോണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ എന്തായാലും ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. വേറെ നിവൃത്തിയില്ല, നമുക്ക് മൊത്തം ഇരുട്ടിലാണ് നമ്മൾ. അപ്പം ഇനി രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു വെളിച്ചം കൂടിയേ തീരൂ. അപ്പോൾ അങ്ങനെ ഉടമ്പടി ഞാൻ എടുത്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവിടെ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ട്, മറ്റുള്ളവർ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിതൊക്കെ ഒരു കിട്ടാക്കനി പോലെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയാണ്. ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്നറിയാൻ പിന്നെ ഞാൻ ശ്രമിച്ചു തുടങ്ങി. അപ്പോഴാണ് അതിൻ്റെ കാരണവും മനസ്സിലായത്.